ജോസ് വേൾഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്, വി റീച്ച് 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഇന്ന് ആഘോഷത്തിന്റെ രാവാണ്, അതും പ്രവാസിയുടെ മണ്ണിൽ. ട്രാവൽ, ഇൻഫോർമേഷണൽ ടിപ്സ്, മൂവി റിവ്യൂ, പൊളിറ്റിക്കൽ റിവ്യൂ എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ പാക്കേജാണ് ജോസ് വേൾഡ്. ഉറങ്ങാനും സമ്മതിക്കുന്നില്ല. തുടങ്ങി. അപ്പോഴേ നിന്നോട് പറഞ്ഞതാ കല്യാണം കഴിക്കല്ലേ എന്ന്. അപ്പൊ നിനക്ക് കല്യാണം കഴിക്കണം, അനുഭവിച്ചോ. നിന്നോടാ പറയുന്നത്, മനസ്സിലായോ? നിന്നോട്. ഹലോ, നിങ്ങൾ എഴുന്നേറ്റോ? എഴുന്നേറ്റ്. ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി വൈകി. വല്ലതും കഴിച്ചോ? ഞാൻ മേശപ്പുറത്ത് ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്, കഴിച്ചോ? അതെ, ഞാൻ നിങ്ങൾ വാങ്ങി തന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് വിളിക്കണേ, അത് കൊള്ളാട്ടോ. ഹലോ, സമയത്ത് 10:56 സമ്മതിക്കത്തില്ല. യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയാലോ. ഓ, 210. ഇന്നലെ 215 ഉണ്ടായിരുന്നു. അത് 5 എണ്ണം കുറഞ്ഞു. നമ്മളെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചേക്കാം. ഹലോ, നീ എന്തിനാ കോള് കട്ട് ചെയ്തേ? ഞാൻ കട്ട് ചെയ്തിട്ടില്ല, നീയാ കട്ട് ചെയ്തത്. അതെ, ആ വീഡിയോ എടുക്കുന്ന റിംഗ് ലൈറ്റ് ഒന്ന് വാങ്ങണമായിരുന്നു. നമ്മൾ ക്വാളിറ്റി ഒന്ന് കൂട്ടണം വീഡിയോ. കട്ട് ചെയ്യും. എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞ അപ്പൊ കട്ട് ചെയ്യും. ഹലോ, നീ എന്തിനാ കോള് പിന്നെ കട്ട് ചെയ്യുന്നത്? കോള് നീയാ കട്ട് ചെയ്തത്, ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു റിംഗ് ലൈറ്റ് വാങ്ങണം. ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. ഉറങ്ങാനും സമ്മതിക്കത്തില്ല, കാശിലെ കാര്യം ചോദിച്ച അപ്പ കട്ടി. ഹലോ, അതെ, ഒരാ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കോള് കട്ട് ചെയ്യുന്നത് ഭയങ്കര മോശം കേട്ടോ. ഞാൻ കട്ട് ചെയ്തില്ല. എന്ത് കാശിന്റെ കാര്യം ചോദിച്ചാലും അപ്പൊ നീ കോള് കട്ട് ചെയ്യും. ഒന്ന് കാറാറ് മനുഷ്യ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം കേൾക്കും. ചിലപ്പോ ഹെഡ്ഫോണിന്റെ കുഴപ്പമായിരിക്കും, ഒന്നും അറിയാതെ ചൂടായിക്കോളും. ഓക്കെ, തെറ്റെന്റേതാണ്. അതെ, തെറ്റെന്റേതാ. ഓക്കെ, സമ്മതിച്ചു. അതെ, നമ്മളിനി വഴക്കുപിടിക്കരുത്. നിങ്ങൾ ഇനി ദേഷ്യം ഒന്ന് കുറയ്ക്കണം. ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് കേൾക്ക്. ഒന്ന് ഓഫീസിന്റെ അടുത്തേക്ക് വാ, നമുക്ക് ഇന്ന് ഓഫീസിലേക്ക് പുറത്തു പോയി കഴിക്കാം. 12:30 വരണം, ഷാർപ്പ് 12:30. ലേറ്റ് ആവരുത്. പല്ല് തേക്കണോ? ഇന്നലെ തേച്ചതല്ലേ, കഴിക്കാൻ വിളിച്ചതല്ലേ, പോകാം. കഴിക്കാൻ കിട്ടുമല്ലോ, പോയാൽ. ഹലോ, ഞാൻ ഇറങ്ങി കേട്ടോ, ഞാൻ ഓൺ ദ വേ ആണ്. ഞാൻ ഷാർപ്പ് 12:30 ആകുമ്പോൾ എത്തും. ഓക്കെ, എത്ര നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി അവള് കണ്ണാടി എടുത്തോ എന്തോ, കണ്ണ് കാണാതെ വേറെ എവിടെയെങ്കിലും പോയോ? വരുന്നുണ്ട്. എത്ര നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങുന്നതയോ. ഇവിടെ പോസ്റ്റായി ഞാൻ മടുത്ത്. അയ്യോ, അത് നമ്മുടെ നീതു വിളിച്ചതായിരുന്നേ. അതിനൊന്നുമില്ല. പോട്ടെ, നമുക്ക് എവിടെയെങ്കിലും കഴിക്കാൻ പോവാം. എവിടെയാ പോണ്ടേ? ചോക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ പോവാം. ചൈനീസ് ട്രൈ ചെയ്തല്ലോ. അയ്യോ, അത് ഭയങ്കര ഓയിലിയാ. എന്നാ നമുക്ക് മെക്സിക്കൻ ഇവിടെ നല്ലൊരു റെസ്റ്റോറന്റ്. വേണ്ട, അതിന് ഭയങ്കര ഗ്യാസ് ആണ്. എനിക്ക് തിരിച്ച് മീറ്റിംഗ് കയറാനുള്ളതാ.
അന്ന് നീ പറ എവിടെയാ പോകണ്ടേന്ന്. അയ്യോ ജോക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ പോവാം. അന്ന് നമുക്ക് മെഡിറ്ററേനിയൻ ട്രൈ ചെയ്തല്ലോ. അയ്യോ അത് ഭയങ്കര ഡ്രൈ ആ, എനിക്ക് ഇന്ന് കഴിക്കാൻ കഴിയും. ഞാൻ എവിടെ പോണെന്ന് പറഞ്ഞാലും അവിടെ നീ സമ്മതിക്കത്തില്ല. ഓക്കെ, നീ എവിടെ വേണേലും പോകും. കീ എന്നാ പിടിച്ചോ, ഞാൻ പോവാം. അയ്യോ ജോ ജോ എങ്ങോട്ടാ? മസനഗുടി വഴി ഊട്ടിക്ക്. അയ്യോ ജോ ഞാനും വരുന്നു. ജോ ഒന്ന് നിക്ക് മനുഷ്യ, ഞാനും വരുന്നു. നിന്നു അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ മുകളിൽ നിർത്തി ചാടും. വലിയായിട്ട് അഭിനയിച്ച് തകർക്കൊന്നും വേണ്ട. ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. നിക്ക് മനുഷ്യ, നിക്കവിടെ. ഇനി ഒരു അടി പോലും ഞാൻ മുന്നോട്ട് വെക്കൂല. എങ്ങോട്ടീ പോകുന്നത്? സോറി സോറി കേട്ടോ, അറിയാം, കുഴപ്പമില്ല, എനിക്കറിയാവുന്നതല്ലേ. ആ കണ്ണ് കാണത്തില്ലെങ്കിൽ കണ്ണടി വെക്കാൻ വേണ്ടി. അതെ, എനിക്ക് ഡാൻസ് പഠിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ കുറച്ച് നാളായി ആലോചിക്കുന്നു. ഈ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, അമേരിക്കക്കാർക്ക് വേണ്ടി വലിയൊരു ഇങ്ങനെ ഡാൻസ് പരിപാടി ഒക്കെ ഉണ്ടെന്നേ. ആദ്യം നീ നടക്കാൻ പഠിക്കാം, അത് കഴിഞ്ഞ് ഡാൻസ് പഠിക്കാം. എന്റെ നടത്തത്തിന് എന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി. ഇവിടെ ഇങ്ങനെ ഒരു വഴി ഉണ്ട്. എന്ത് വേണേലും മേടിച്ചോ, പക്ഷെ കുറച്ച് സ്പൈസി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കാം കേട്ടോ. സ്പൈസിയാണോ? നമുക്ക് മറ്റേ പുതിയ സിനിമ ഇറങ്ങിയില്ലേ, അത് കാണാൻ പോകണ്ടേ? ഈ മോഹൻലാലിന്റെ സിനിമയ്ക്ക് എന്ത് കൂതരാ. അതിന് വേണ്ട മമ്മൂട്ടിയുടെ സിനിമ. ഓ സൂപ്പർ ആയിരുന്നു. മറ്റേ നമ്മൾ ഞാൻ എത്ര പ്രാവശ്യപ്പെട്ടത് നിങ്ങളോട് ആ സിനിമ കാണണം. എന്താ പറയാ, മമ്മൂട്ടിയുടെ സിനിമ സൂപ്പർ ആയിരുന്നു അറിയോ? ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കേട്ടില്ല കേട്ടോ. ഹെഡ്ഫോണിലെ ആണോ? എന്തൊക്കെയുണ്ട് വിശേഷം? യൂട്യൂബിൽ ഫോളോവേഴ്സ് കൂടിയോ? നമ്മുടെ കർണാടകയിൽ ആരുടെ ഹസ്ബൻഡാ. ഈ ഫോണിൽ വെച്ച് തിരക്കുണ്ട്. നിങ്ങൾ വൈകുന്നേരം വീട്ടിലോട്ട് ഇറങ്ങാം. ഓക്കെ, ഫാമിലി തെറപ്പിസ്റ്റാണ്. ഈ ഫാമിലിയുടെ പ്രശ്നങ്ങളൊക്കെ കൗൺസിലിംഗ് വെച്ച്. ഓ ഇന്ന് നമുക്ക് വൈകുന്നേരം അവിടെ വരെ പോയാലോ? ഈ വിളിച്ചതല്ലേ? ജോ കേറി വാ, കേറി വാ, വാ. എന്തൊക്കെയുണ്ട് വിശേഷം? അത് പിന്നെ ആനന്ദിനോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഇപ്പോഴും വഴക്ക. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ആരതിന്റെ അവളിപ്പോ കടയിൽ പോയിരിക്ക, കുറച്ച് കഴിഞ്ഞ് വരും. നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, ഇതിനൊക്കെ കൗൺസിലിംഗ് ബെസ്റ്റാ. ഞാൻ ഒന്ന് പറഞ്ഞ ഇവള് രണ്ട് പറയും, ഞാൻ രണ്ട് പറഞ്ഞാലോ അപ്പൊ ഇവള് മൂന്ന് പറയും. എന്താണ് നിങ്ങൾ നമ്പർ ഇട്ട് കളിക്കാണോ? ആനന്ദ് കേക്ക്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ ഞങ്ങൾ ഒരു ഫജീറ്റ ഓർഡർ ചെയ്തു. ഫജീത്ത അല്ല മനുഷ്യ, ഫഹീത്ത. ഫഹീത്ത. ഞാൻ പറയട്ടെ, ഒരു തടിച്ചു കൊടുത്തെ. കണ്ടോ ബോഡി ഷേമിങ്? നിങ്ങൾ പറയണ്ട, ഞാൻ പറയാം. എനിക്കാണ് ഏറ്റവും പ്രശ്നം. എന്റെ തെറപ്പിസ്റ്റ് അല്ല, സോറി ഡോക്ടറെ അല്ല കൗൺസിലറെ, ആനന്ദേ. ആനന്ദിന്റെ കോളാ, ഞാൻ എടുക്കട്ടെ. ഹലോ ഹലോ, എടോ നമ്മുടെ സേനയും ജോയും വന്നിട്ടുണ്ട്. എടോ നമ്മുടെ ജോ സാറേ വന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് വാ. ഹലോ എടോ നമ്മുടെ
ജോ സാറേ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വാ. കട്ടായല്ലോ. ഹലോ ഹലോ, കേൾക്കുന്നില്ല. എന്തെങ്കിലും വാങ്ങണോ? എന്തിനാ കട്ട് ചെയ്യുന്നത്? ഹലോ, ആ, നീ ഹലോ. എവിടെയാ? ഞാനേ നമ്മുടെ ലജോയ ബോൺസിൽ കേറാൻ പോവാ. എന്തെങ്കിലും വാങ്ങണോ? ലജോലി അല്ല, ലഹോയ. ലഹോയ. ഓ, പിന്നെ ഞാൻ കട്ട് ചെയ്തവിടെ. ഒരു ചായ എടുത്താലോ? വേണ്ടായിരുന്നു. കുഴപ്പമില്ല, സാരല്ല, ഒരു ചായ എടുക്കാം. കൊച്ചുങ്ങൾ എപ്പോഴാണ് പിക്ക് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ പിക്കലിന് ചായ ഇട്ടെടുത്ത് എപ്പോഴാണ് സമയം? ഞാൻ വാച്ച് എടുക്കാൻ തുടങ്ങി. ചായ റെഡി. ചായ എടുക്കും കേട്ടോ. ആ, ഇനി പറ, എന്താ പ്രശ്നം? അയ്യോ അതെ, സമയം എത്ര? ചായ വേണല്ലോ. ഈ റെസ്റ്റ് റൂം എവിടെയാ? മോളോട്ടോ? ഓക്കേ. ലെഫ്റ്റിലോട്ടോ. ഓക്കെ. പക്ഷെ ഇവിടെ ആകെ വൃത്തിയേടാക്കി. സോ സോറി. അതൊന്നും സാരല്ല, ചായ കുടിക്കേ, അത് ഞാൻ വൃത്തിയായിക്കോളാം. ചായ ഉണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ലേ? ചായപ്പാല് പിരിയോ? ആ, പറ. എനിക്കൊരു 100 കാര്യങ്ങൾ പറയാനുണ്ട്. വീട്ടിൽ ഒരു പണി എടുക്കില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം ഹെൽപ്പും ചെയ്യില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. എപ്പോഴൊക്കെയാലും യൂട്യൂബ് ലൈക്ക്, ഫോളോ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞോണ്ട് നടക്കും. ഒരു പണിക്ക് പോയില്ല. നല്ലൊരു ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ജോലിയായിരുന്നു അറിയോ. ഇപ്പൊ മൊത്തം നോക്കി കഴിഞ്ഞാൽ യൂട്യൂബില് ഹേ ഗൈസ് എന്ന് പറഞ്ഞൊരു നടപ്പാ. തല്ലെന്ന് പറഞ്ഞാൽ ഭൂലോകം തല്ല്. കല്യാണം കഴിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ള മനുഷ്യന്റെ സുന്ദരൻ അതും തള്ളായിരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മൂവി ഇറങ്ങുന്നതിന് മുന്നേ റിവ്യൂ ഇടും. കുടുംബത്തിന് വേണ്ട നല്ല 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടും. എന്നിട്ട് ഇതൊക്കെ കണ്ട് നാട്ടുകാർ മൊത്തം എന്നെ വിളിച്ച് തെറിയാ. ഫ്രീഡം തരൂല. അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത്, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, കുളിക്കാൻ പാടില്ല, നനയാൻ പാടില്ല, തിന്നാൻ പാടില്ല. ആരോ വന്നല്ലോ. ആരതി ആയിരിക്കും. ആരതി വന്ന്. ആരതി എന്ത് പറ്റി? കേട്ടില്ലേ? കുറച്ചൊക്കെ കേട്ടു ഞാൻ. ഇതാണ് പ്രശ്നം. ഇതൊന്നും സാരല്ലടോ, ഫാമിലി ലൈഫ് ഇതൊക്കെ സാധാരണമാണ്. ഇതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ഒരു റെമഡി എൻ്റെ അടുത്തുണ്ട്. ബാ, നമുക്ക് ഓഫീസ് റൂമിലോട്ട് ഇരിക്കാം. എനിക്ക് ആദ്യത്തെ റെമഡി ഇതാ. ഇതെന്താ? ഇയർബഡ്സ്? ഇയർബഡ്സ്. ഇത് ആവശ്യാനുസരണം ഇതാ ഇങ്ങനെ വെക്കുക. കൊള്ളാലോ. ഇനി ഇത് വർക്കായില്ലെങ്കിൽ വേറെ എണ്ണം ഞാൻ തരും. ഇതെന്താ മഹാഭാരതം? ഇത് ഞാൻ TV കണ്ടിട്ടുള്ളതാണല്ലോ. അയ്യോ, കുപ്പി. ആനന്ദ് പറഞ്ഞ് ശരിയാ. ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഇരുന്ന് 2 എണ്ണം അടിച്ച് നാട്ടുകാരിയോ വീട്ടുകാരിയോ ഒക്കെ പറഞ്ഞ എല്ലാം നമ്മൾ മറക്കും. ഹാപ്പി ഫാമിലി ലൈഫ്. ഹരിയോ 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 ഹരിയോ